നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് നികത്താനുള്ള വളരെ ആസൂത്രിതമായ പരിപാടികളും പദ്ധതികളും ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ മുൻഗണന നൽകണം എന്നുള്ളത് ഈ സർക്കാരിന്റെ തീരുമാനമാണ്. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുന്നതിന് മുന്നിൽ നിന്ന് നയിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6000 കോടി രൂപയാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത്. ഇതിന്റെ ഭാഗമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2000 കോടി രൂപയിലധികം തുകയ്ക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ കാലയളവിൽ സാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാലത്തിനനുസൃതമായ കെട്ടിട സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമോട് കൂടിയിട്ടുള്ള അക്കാദമിക് ബ്ലോക്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ, അതുപോലെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബുകൾ, മോഡേണൈസ്ഡ് ലൈബ്രറികൾ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വിവിധ കലാലയങ്ങളിൽ, പോളിടെക്നിക്കുകളിൽ, അതുപോലെ സർവകലാശാലകളിലൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അക്കാദമിക ഗുണമേന്മ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ടീം വർക്ക് ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന ഗ്യാപ്പ് സ്കിൽ ഗ്യാപ്പാണ് എന്ന് കണ്ടുകൊണ്ട് അത് നികത്തുന്നതിനുള്ള വലിയ ഉദ്യമങ്ങൾ ഈ കാലയളവിൽ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിന്റെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന അഭിമാനകരമായ നിലയിൽ തങ്ങളുടെ ആ ധർമ്മം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള, ASAP കേരള പോലുള്ള പദ്ധതികളിലൂടെ സ്കിൽ എൻഹാൻസ്മെന്റിന് വലിയ പ്ലാറ്റ്ഫോമുകൾ തുറന്നു വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് മുന്നോട്ട് വയ്ക്കുന്ന കുട്ടികൾക്ക് അത് പ്രായോഗിക തലത്തിൽ ആവിഷ്കരിക്കുന്നതിന് 25 ലക്ഷം രൂപ വരെ, 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നൂതനാശയങ്ങൾ നമ്മുടെ കുട്ടികളുടെ വളരെ ഫ്രഷ് ആയിട്ടുള്ള മസ്തിഷ്കങ്ങളിൽ വിരിയുന്ന, സമൂഹത്തിന് ആവശ്യമുള്ള ഇന്നോവേറ്റീവ് ആശയങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പോളിടെക്നിക്കുകളിൽ ആരംഭിച്ചിട്ടുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി. ഈ ഗവൺമെന്റിന്റെ ആദ്യ വർഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആറ്റിങ്ങൽ പോളിടെക്നിക്കിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി മിക്കവാറും എല്ലാ പോളിടെക്നിക്കുകളും വളരെ മാതൃകാപരമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഏൺ വൈലി ലേൺ എന്നുള്ള ആശയം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഠിക്കുമ്പോൾ തന്നെ അല്പം വരുമാനം ലഭിക്കാനും, തൊഴിലാഭിമുഖ്യം വളർത്താനും, തൊഴിൽ പരിചയം കുട്ടികൾക്ക് നൽകാനും, അവരുടെ സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സഹായകരമായ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് തീർച്ചയായും എല്ലാ പോളിടെക്നിക്കുകളിലും ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. ഇപ്പൊ